ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു പാല് കാച്ചൽ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അപ്പം നമുക്ക് വിശേഷങ്ങളും കാര്യങ്ങളും ഈ വീഡിയോയിൽ കാണാം. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. പാല് കാച്ചൽ വേറെ എവിടെയല്ല, എൻ്റെ മലപ്പുറത്തുള്ള എൻ്റെ എളാപ്പയുടെ വീടിൻ്റെ പാല് കാച്ചലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഈ പാല് കാച്ചൽ നടക്കുന്നത്. കണ്ടോ, പന്തലിട്ട് ആ വീടാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഇച്ചിരി നടന്നാൽ മതി. അങ്ങനെ ഞാൻ പാചകം ചെയ്യുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ എൻ്റെ 2 ആങ്ങളമാർ ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഒരു എളാപ്പ ഇരിപ്പുണ്ടായിരുന്നു. അവരോട് കാര്യം പറഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് ഗേസ് ഇന്ന് പാല് കാച്ചുന്ന എൻ്റെ എളാപ്പയുടെ വീട് കേട്ടോ. അപ്പോൾ വീടിൻ്റെ ഫുള്ളായിട്ടുള്ള വ്യൂ എങ്ങനെയാണ് കാണാൻ, നല്ല ഭംഗിയുണ്ട്. നല്ലൊരു കൊച്ചു വീട് കേട്ടോ, എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള നല്ലൊരു വീട്. അപ്പോൾ ഗേസ് എന്നാൽ ഞങ്ങൾ വീടിൻ്റെ അകത്തോട്ട് കയറട്ടെ. അപ്പോൾ ആദ്യം കാണുന്നതാണ് ഈ സിറ്റ് ഔട്ട് കേട്ടോ. അങ്ങനെ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ചെല്ലുന്ന ലിവിങ് റൂമാണ് കേട്ടോ. പാല് കാച്ചലിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ഇക്കയും കൂടി വെള്ളിയാഴ്ച തന്നെ പത്തനംതിട്ടയിൽ നിന്ന് പോവുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ ശനിയാഴ്ച വെളുപ്പിനെ മലപ്പുറത്തെത്തി. അപ്പോൾ ഞായറാഴ്ചയാണ് ഈ വീടിൻ്റെ പാല് കാച്ചൽ നടക്കുന്നത്. അങ്ങനെ രാവിലെ തന്നെ പാല് കാച്ചുന്ന വീട്ടിലെത്തി. എനിക്കാണെങ്കിൽ മലപ്പുറത്ത് കുടുംബക്കാരെയും ബന്ധുക്കളെയും വീട്ടിൽ എന്ത് പരിപാടി നടക്കാമെന്ന് എനിക്ക് അധികം പങ്കെടുക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇത്രയും ലോങ്ങൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ചില സമയങ്ങളിൽ വരാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ എല്ലാവരെയും കാണാൻ പറ്റുക. ഒത്തിരി റിലേറ്റീവ്സിനെ കണ്ടു കേട്ടോ. അവരോടൊക്കെ കാര്യമൊക്കെ പറഞ്ഞ് എനിക്കാണെങ്കിൽ ഇന്ന് ഒത്തിരി സന്തോഷമായി. കുറേ നാളുകൾക്ക് മുന്നേ കണ്ട ആൾക്കാരൊക്കെ ഇന്ന് കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ അടുക്കളയിൽ എത്തി കേട്ടോ. അടുക്കളയിൽ എത്തിയപ്പോൾ എൻ്റെ ഇളയമ്മമാരും 2 ഇളയമ്മമാരുണ്ടായിരുന്നു, എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു, എൻ്റെ ചേട്ടത്തി അനിയത്തിമാർ, അതുപോലെ എൻ്റെ നാത്തുമാർ, അവരെ കുഞ്ഞുങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഇരുന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ കുറേ സമയം ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ച് അപ്പോഴേക്ക് ഉച്ചയായി കേട്ടോ. ചോറ് കഴിക്കുന്ന സമയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേര് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടുകാർ ഇങ്ങനെ അടുക്കളയിലും ഇങ്ങനെ ബെഡ്റൂമിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ വീടിന് 2 ബെഡ്റൂമാണുള്ളത് കേട്ടോ. അപ്പോൾ 1ാമത്തെ ബെഡ്റൂമാണിത് കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ബെഡ്റൂമിലെത്തിയപ്പോൾ അവിടെ എൻ്റെ ചെറിയ നാത്തൂന് ഇരിപ്പുണ്ടായിരുന്നു. ഏതായാലും ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് പോയി. അവർക്കൊന്നും വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. ഇതാണ് ഗേസ് 2ാമത്തെ ബെഡ്റൂം കേട്ടോ. ഇതാണ് 2ാമത്തെ ബെഡ്റൂം. അത്യാവശ്യം സൗകര്യങ്ങളോട് കൂടിയ ഒരു ബെഡ്റൂം. ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂമുമാണുള്ളത്. അങ്ങനെ അവസാനം ഡൈനിങ് റൂമിലെത്തി കേട്ടോ. ഇനി ഏതായാലും നമുക്ക് കുറച്ച് സമയം സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇളയമ്മ ഉണ്ടായിരുന്നു, എളാപ്പാൻ്റെ മോളുണ്ടായിരുന്നു, എൻ്റെ ചേട്ടത്തി ഉണ്ടായിരുന്നു, പിന്നെ നാത്തൂമാരുണ്ടായിരുന്നു, അവരെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ അങ്ങനെ കുറേ സമയം സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ അവർക്കൊന്നും വീഡിയോയിൽ വരാൻ താല്പര്യമില്ല കേട്ടോ. എന്നാലും ഞാൻ അവരെ ചെറിയ തോതിലൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ട് കുറച്ച് പേരൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അടുത്ത ട്രിപ്പ് നമുക്ക് ഇരിക്കാമെന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾ എല്ലാവരും പോയിട്ടൊന്ന് ഫുഡ് കഴിച്ചിട്ട് വരട്ടെ. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ട് ഗൈസ്. ഞാൻ പോയിട്ടൊന്ന് കഴിക്കട്ടെ. നല്ലപോലെ കഴിക്കട്ടെ. നല്ല ടേസ്റ്റി ബിരിയാണിയാണ്. ഞങ്ങളുടെ ഈ പാല് കാച്ചൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലുള്ള നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും.